ലാസ്റ്റ് പറഞ്ഞത് നീ പറഞ്ഞവരെ നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഓക്കെ. അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് സൊല്യൂഷൻ എഫക്ട് ഓൺ ദ വാട്ടർ എന്നാണല്ലോ. സൊല്യൂഷൻ എങ്ങനെയാണ് വാട്ടറിൽ എഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ ലാസ്റ്റ് വരെ പറഞ്ഞു നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇതിനെ കുറച്ചും കൂടെ ഇതാക്കുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. സ്പെസിഫിക് എഫക്ട് ഓഫ് സൊല്യൂട്ട് വാട്ടറിൽ. സൊല്യൂട്ടിന്റെ കേൾക്കാവോ? ആ വാട്ടറിനകത്ത് സൊല്യൂട്ട് ഉണ്ടല്ലോ. അപ്പൊ ആ സൊല്യൂട്ടിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അവരുടെ അത് കൂടാതുള്ള കുറച്ച് ഇതുണ്ട്, എഫക്റ്റുകളുണ്ട്, സ്പെസിഫിക് എഫക്റ്റുകളുണ്ട്. അപ്പൊ അതാ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ്, ഡിഗ്രീസ് ദ വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടറിന്റെ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അത് ഡിഗ്രീസ് ചെയ്യും സൊല്യൂട്ട് ഇടുന്നതിനനുസരിച്ച്. ഓക്കെ, അതെങ്ങനെ വെച്ചാല് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൺസ്യൂം സം വാട്ടേഴ്സ് പൊട്ടൻഷ്യൽ എനർജി. ഇപ്പൊ നമ്മൾ സൊല്യൂട്ട് ഇടുമ്പോൾ ജസ്റ്റ് നമ്മൾ തിങ്ക് ചെയ്യുക, ഇപ്പൊ ഒരു വാട്ടറിൽ നമ്മളൊരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. ജസ്റ്റ് ലൈക്ക് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഒരു വെള്ളത്തിനകത്ത് നമ്മൾ ഉപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യില്ലേ? എന്തൊരു സംഭവം ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സംഭവം ആഡ് ചെയ്യുമ്പോൾ അതെന്താണ്, ആ വാട്ടറിലേക്ക് അത് ഡിസോൾവ് ആവുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആ ഒരു വാട്ടറിനുള്ള ഒരു വാട്ടറിനൊരു ഒരു എമൗണ്ട് ഓഫ് ചിലപ്പോ ഒരു എനർജി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഒരു ഇത് കാണും. അപ്പൊ അത് അതിനകത്തുനിന്ന് അബ്സോർവ് ചെയ്യല്ലേ അതിന്റെ ആ ഒരു ഇത് കഴിവ്. അപ്പൊ അതാ പറഞ്ഞേക്കുന്നത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൺസ്യൂം സം വാട്ടർ പൊട്ടൻഷ്യൽ എനർജി. വാട്ടറിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ സീറോ ആണ്, മീൻസ് അറിയത്തില്ലേ? പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് അറിയത്തില്ലേ? ആ ആ അതിനാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ പൊട്ടൻഷ്യൽ എനർജി എന്ത് അബ്സോർവ് ചെയ്യും? ഈ സം സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അബ്സോർവ് ചെയ്യും. ആൻഡ് ലോവറിങ് ഇറ്റ്സ് ഓവറോൾ വാട്ടർ പൊട്ടൻഷ്യൽ. അപ്പൊ ഇതിന്റെ ഒരു വാട്ടറിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ വാട്ടർ പൊട്ടൻഷ്യൽ എന്തോ ചെയ്യും? പതിയെ കുറയും. മനസ്സിലായോ? അതാ പറഞ്ഞേക്കുന്നത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് consume some of the water potential energy and lowering its overall water potential. This decreases is caused by the solute forming a height. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? നമ്മൾ പറഞ്ഞല്ലോ സൊല്യൂട്ട് മീൻസ് അതിനകത്തെ സൊല്യൂട്ട് എന്താണ് ഹൈഡ്രജൻ ബോണ്ട് ആയിട്ട് ഇതാകുന്നത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്. ദിസ് ഡിഗ്രീസസ് ഈസ് കോസ്ഡ് ബൈ ദ കേൾക്കുന്നില്ല? ആണോ? ഓക്കെ ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ ഇപ്പം. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞത്? ഇത് ഡിഗ്രീസ് ചെയ്യാൻ കാരണം കോസ്ഡ് ബൈ ദ സൊല്യൂട്ട് ഫോമിങ് എ ഹൈഡ്രജൻ ബോണ്ട്. സൊല്യൂട്ട് ആണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിനെ പറ്റി പഠിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. എവിടെ? ആ സൊല്യൂട്ടിന്റെ ഹൈഡ്രജൻ ബോണ്ട് വാട്ടർ മോളിക്യൂൾസുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. The decrease caused by the solute forming hydrogen bond with the water molecules. എന്നിട്ട് എന്തോ ചെയ്യുന്നു? ഇൻക്രീസ് ദ എൻഡോർപി എന്ന് വെച്ചാൽ ഡിസോർഡർ ഓഫ് ദ സിസ്റ്റം. അതിന്റെ ഫുൾ സിസ്റ്റത്തിനെ ഇതാക്കുന്നു, ഡിസോർഡർ ആക്കുന്നു. മീൻസ് അതിന്റെ ഒരു അതിന് നേരത്തെ ഉള്ള ഫംഗ്ഷനെ അത് മാറ്റി വേറൊരു ഇതിലേക്ക് ആക്കുന്നു. അതത്ര മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോ, ക്ലിയർ ചെയ്ത് പോവാം. Okay, the solution with the solutes having a more negative water potential than the pure water. ഇപ്പൊ ഈ നമ്മുടെ സാധാ പച്ചവെള്ളം ഇല്ലേ, അപ്പൊ അങ്ങനത്തെ ഉള്ള പ്യുവർ വാട്ടറിന് ഭയങ്കര പൊട്ടൻഷ്യൽ എനർജി മീൻസ് അതിന്റെ പക്ക ഇതായിരിക്കാം. പക്ഷേ നമുക്ക് ഈ എന്തെങ്കിലും സൊല്യൂട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തോ ചെയ്യും? അതിൽ കുറച്ച് നെഗറ്റീവ് ആയിട്ട് വരും. എന്ന് വെച്ചാൽ അതിൽ വേരിയേഷൻ ഉണ്ടാവും. ഇത്രേ ഉള്ളൂ സംഭവം. ഈ നമ്മുടെ ഒരു സൊല്യൂഷനകത്ത് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടറിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറയും എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ചാല് സൊല്യൂട്ട് പാർട്ടിക്കിൾ സൊല്യൂഷനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് സൊല്യൂട്ട് എന്ന് പറയുന്ന സംഭവം നീ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ജസ്റ്റ് ലൈക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ സോൾട്ട് ആയിട്ട് എന്താന്ന് വെച്ചാൽ കൺസിഡർ ചെയ്യുക നീ എന്താന്ന് വെച്ചാൽ. അപ്പം ആ ഒരു സംഭവം നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ആണല്ലോ. അപ്പൊ അതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആ സൊല്യൂട്ടിനകത്ത് ഒരു ഹൈഡ്രജൻ ബോണ്ട് കാണും. ഓക്കെ,
അത് വാട്ടർ മോളിക്യൂൾസുമായിട്ട് എന്തോ ചെയ്യും? ഫോം ആകും. കമ്പൈൻ ആകും. ഓക്കെ. അപ്പം ഈ ഈ ഈ ഒരു വാട്ടർ മോളിക്യൂൾ ആദ്യമുള്ള ഈ സൊല്യൂഷന് ഒരു ഓർഡർ ഉണ്ടല്ലോ. അപ്പൊ ആ ഓർഡറിനെ അത് ഡിസ്റ്റർബ് ചെയ്യും അത്. മീൻസ് അത് നേരത്തെ ഇരുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തില്ലേ? ആ അതുകൊണ്ട്. അതാ പറഞ്ഞത്. പ്യുവർ ഇതുണ്ടോ ലാസ്റ്റ് സെന്റൻസ് ഒക്കെ സൊല്യൂഷൻ വിത്ത് സൊല്യൂട്ട്സ് ഹാവിംഗ് എ മോർ നെഗറ്റീവ് വാട്ടർ പൊട്ടൻഷ്യൽ. ഭയങ്കരമായിട്ട് നെഗറ്റീവ് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും സൊല്യൂഷനകത്ത് സൊല്യൂട്ട് ഉണ്ടെങ്കിൽ. അഥവാ സൊല്യൂഷൻ മീൻസ് വെറും പ്യുവർ വാട്ടർ ആണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? ക്ലിയർ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായപ്പോ? ഇതെന്താന്ന് ഇപ്പൊ ചിലപ്പോൾ ഇതിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. എന്തുകൊണ്ട് വാട്ടറിനെ സൊല്യൂട്ടിനെ അഫക്ട് ചെയ്യുന്ന ഓരോ സംഭവങ്ങൾ എന്താണ്? വാട്ടറിനകത്ത് സൊല്യൂഷനകത്ത് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ ആണ് വാട്ടർ പൊട്ടൻഷ്യൽ ഡിഗ്രീസ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മളിപ്പോ പറഞ്ഞത്. അടുത്തതാണ് ഇൻക്രീസ് ദ സൊല്യൂഷൻ കോൺസെൻട്രേഷൻ. അടുത്ത എന്താണ്? സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂടുവെന്ന്. അതെന്ന് വെച്ചാല് ദ മോർ സൊല്യൂട്ട് മോളിക്യൂൾ പ്രസന്റ് ദ മോർ നെഗറ്റീവ് ദ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ബിക്കം. എന്ന് വെച്ചാല് എത്രമാത്രം നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞ കേട്ടോ, ഇത് എന്താണ് നമ്മൾ എത്രമാത്രം സൊല്യൂട്ട് ആഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് അത് നെഗറ്റീവ് ആകുമെന്ന് വാട്ടർ പൊട്ടൻഷ്യൽ. ആ അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ കൂടുമ്പോ നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ എടുക്കുന്ന ആ സംഭവത്തിന്റെ അളവ് കൂടുന്നു. കോൺസെൻട്രേഷൻ. ഇപ്പൊ നീ ഇപ്പൊ ഒരു സംഭവത്തിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നീ നിന്റെ ഫുൾ കോൺസെൻട്രേഷൻ നീ അതിലല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതേപോലെ നമ്മളൊരു സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫുൾ കോൺസെൻട്രേഷൻ, അതിന്റെ ഫുൾ പ്രോപ്പർട്ടി, അതിന്റെ ഫുൾ ഒരു ഇത് കുറച്ചുകൂടെ എക്സ്ട്രാ ഇത്. ഓക്കെ. അപ്പം ദ മോർ സൊല്യൂട്ട് മോളിക്യൂൾ പ്രസന്റ്, നമ്മൾ ഒത്തിരി സൊല്യൂട്ട് മോളിക്യൂൾസ് ഇടുവാണ്. ഫോർ കുറെ ഒത്തിരി നമ്മൾ ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര ഇങ്ങനെ ഇടുവാന്ന് കരുതിക്കോ. അപ്പൊ അതെന്തോ ചെയ്യും? ആ സൊല്യൂട്ട് ദ മോർ നെഗറ്റീവ് ദ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഒന്നുകൂടെ എന്ത് ചെയ്യും? ആ സൊല്യൂഷന്റെ ഇതിനെ നെഗറ്റീവ് ആയിട്ട് മാറ്റും. പിന്നെ അത് ചെയ്യും, പിന്നെ അത് അതേപോലെ തന്നെ എന്തുവാണ്? അതിന്റെ പൊട്ടൻഷ്യൽ, അത് വാട്ടർ പൊട്ടൻഷ്യൽ ലോവർ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് രണ്ടെണ്ണം ക്ലിയർ ആയോ? 2 പോയിന്റും. ഓക്കെ. അടുത്ത റെഡ്യൂസ് ദ വേപ്പറേഷൻ റേറ്റ്. വേപ്പറേഷൻ റേറ്റും കുറയും. വേപ്പറേഷൻ എന്താണെന്ന് അറിയാലോ? അറിയോ? വേപ്പറേഷൻ അറിയില്ല. ഇവാപറേഷൻ നടക്കത്തില്ലേ? ആവി. ആ സൊല്യൂട്ട് മോളിക്യൂൾസ് ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ. ഇപ്പൊ ഒരു സൊല്യൂട്ട് മോളിക്യൂൾസ് വാട്ടറിന്റെ സർഫസിലുള്ള ദ സൊല്യൂട്ട് മോളിക്യൂൾസ് ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ ബ്ലോക്ക് ദ സൈറ്റ് that would that could otherwise to occupied by the water molecules prevent them from evaporation. എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞല്ലോ, സാധാ ഒരു വാട്ടർ നമ്മൾ വെക്കുമ്പോ അതിനകത്ത് പ്യുവർ വാട്ടർ നമ്മൾ വെച്ചേക്കുന്ന എഴുതിക്കോ. അപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് വാട്ടർ വേപ്പർ ആയിട്ട് പോകാൻ വേണ്ടി കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ്. അതിനകത്ത് ഒരു സൊല്യൂട്ടും ഒരു സബ്സ്റ്റൻസും ഒന്നും ഇല്ലല്ലോ. അതിന്റെ അതിന്റെ സർഫസ് ഏരിയയും ഒട്ടും ഡിസ്റ്റർബ്ഡ് അല്ല. എന്താ മോനെ? കേട്ടില്ല. എന്ന് വെച്ചാല് ഇപ്പം വാട്ടർ മോളിക്യൂൾസ് ഞാൻ ഇപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇപ്പൊ പ്ലെയിൻ വാട്ടറിലെ ഇരിക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് വാട്ടർ മാത്രമായിട്ട് ഇരിക്കുമ്പോ അതിനകത്ത് എക്സ്ട്രാ നമ്മൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. ഒരു സാധനവും ഇല്ല. ജസ്റ്റ് പ്ലെയിൻ വാട്ടർ. അപ്പൊ അത് അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഒരു കോണ്ടാക്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്ട് വരുമ്പോ അവിടെ എന്തോ ചെയ്യുന്നു? അത് അതിനെ ഒരു എക്സ്റ്റേണൽ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യാതെ തന്നെ അത് ഇവാപറേറ്റ് ചെയ്ത് പോകും. കാരണം അതിനെ ഒന്ന് പിടിച്ചു നിർത്താനോ തടയാനോ എടുക്കാനോ അതിലൊന്നും ഒരു സാധനവും കിടപ്പില്ല. പ്യുവർ ആയിട്ടല്ല വാട്ടർ ഇരിക്കുന്നത്. പക്ഷേ അറ്റ് എ ടൈം നമ്മൾ അതിനകത്ത് എന്തെങ്കിലും സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സബ്സ്റ്റൻസ് കിടപ്പുണ്ടല്ലോ. അപ്പൊ അതിനെ എന്തോ ചെയ്യും? അത് ഇൻഫ്ലുവൻസ് ചെയ്യും. മനസ്സിലായോ ഇപ്പൊ? അതാണ് സൊല്യൂട്ട് മോളിക്യൂൾസ് ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ ബ്ലോക്ക് ദ സൈറ്റ് ദാറ്റ് കുഡ് otherwise be occupied by the water molecules and prevent them from the evaporating. അത് അത്രയും 3 പോയിന്റ്സും അത് അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായോ നിനക്ക്? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്?
കഴിഞ്ഞോ? മനസ്സിലായത് അത്രേ? ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഇലക്ട്രോലൈറ്റ് ഫോർമേഷൻ ആണ്. ഓക്കെ, ഇലക്ട്രോലൈറ്റിനെ പറ്റി കെമിസ്ട്രി അത് പഠിച്ചിട്ടില്ലേ? ഹലോ, കേക്കാവടാ? ആ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഇലക്ട്രോലൈറ്റ് ഫോർമേഷൻ ആണ്. ഓക്കെ, ഇലക്ട്രോലൈറ്റിനെ പറ്റി പഠിച്ചിട്ടില്ലേ കെമിസ്ട്രിക്കകത്ത്? ആ, കാഥോഡ് ആനോഡ് ഒക്കെ ഇലക്ട്രോലൈറ്റിനെ പറ്റി പഠിച്ചില്ല, അയോൺസ്. ആ, ഓക്കെ, ഇതിനകത്ത് പറയുന്നത് ഒരു അയോണിക് കോമ്പൗണ്ട്. ഇപ്പൊ ഒരു അയോണിക് കോമ്പൗണ്ട് ഇവർ പറഞ്ഞേക്കുന്ന അയോണിക് കോമ്പൗണ്ട് ആണ് NaCl എന്ന് പറയുന്നത്. ഓക്കെ, the ionic compound such as NaCl dissociate into a ion. ആ NaCl ഒരു അയോണിലേക്ക് ഡിസോസിയേറ്റ് ചെയ്തു. ഓക്കെ, വെൻ ഡിസോൾവ് ഇൻ എ വാട്ടർ, വാട്ടർ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സമയത്ത്. മനസ്സിലായോ സംഭവം? അത്രയും മനസ്സിലായോ? ഒരു അയോണിക് കോമ്പൗണ്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് NaCl ഡിസോസിയേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ആ ഒരു സൊല്യൂഷനകത്ത് NaCl പോയി ഒരു അയോണിലേക്ക് പോയി ഡിസോസിയേറ്റ് ചെയ്യും. എപ്പോഴാണ്? ആ വാട്ടർ സൊല്യൂഷനകത്ത് ഈ NaCl ഡിസോസിയേറ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത്. ആ ഡിസ് ആ എന്ന് വെച്ചാൽ ഇത് കണ്ടോ, അയോണിക് കോമ്പൗണ്ട് സച്ച് ആസ് NaCl ഡിസോസിയേറ്റഡ് ഇൻടു ദ അയോണിലേക്ക് ഡിസോസിയേറ്റ് ചെയ്യും. എപ്പോഴാ? NaCl എന്ന് പറയുന്ന സാധനം അയോണിലേക്ക് ഡിസോസിയേറ്റ് ചെയ്യും. വെൻ ദ ഡിസോൾവ് ഇൻ വാട്ടറിനകത്ത് ഡിസോൾവ് ആകുമ്പോൾ. ആ, ആൻഡ് ക്രിയേറ്റിംഗ് എ സൊല്യൂഷൻ, എന്നിട്ട് ഒരു സൊല്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത്? കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി, അവിടെ കണ്ടക്ട് ചെയ്ത് വിടുന്നത്. പ്യുവർ ആയിട്ടുള്ള വാട്ടറിനെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് വിടാനുള്ള കഴിവില്ല. ഓക്കെ, ഇവിടെ ഇതിനകത്ത് ഇപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ അവർ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പൊ നമ്മുടെ ഒരു ഇത് പറഞ്ഞേക്കുന്ന NaCl എന്ന് പറയുന്ന അയോണ് വാട്ടറിലേക്ക് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത്? അവിടെ ഒരു ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് വിടാനുള്ള ഒരു സൊല്യൂഷൻ അവിടെ ക്രിയേറ്റ് ആകുന്നത്. NaCl ആ ഒരു വാട്ടറിൽ ഡിസോൾവ് ആകുമ്പോൾ. പിന്നെ പറഞ്ഞത് എന്താ? പ്യുവർ ആയിട്ടിരിക്കുന്ന വാട്ടറിന് ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് വിടാൻ പറ്റത്തില്ല. ഓക്കെ, അതാ ഫസ്റ്റ് അത്രയും 3 സെന്റൻസ് പറഞ്ഞേക്കുന്നത്. ബട്ട് ദ ടാപ്പ് വാട്ടർ മേ ബി കണ്ടക്ട് സ്ലൈറ്റ്ലി ഡ്യൂ ടു ദ ഡിസോൾവ്ഡ് അയോൺസ്. പക്ഷെ ടാപ്പ് വാട്ടർ ഉണ്ടല്ലോ, നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന വാട്ടർ, അതിനകത്ത് എന്താ ഇലക്ട്രിസിറ്റി കുറച്ച് പാസ് ചെയ്ത് വിടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിനകത്ത് കുറച്ച് അയോൺസിന്റെ പ്രസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് വിടാൻ പറ്റുന്ന എപ്പോഴാന്ന് വെച്ചാൽ അതിനകത്ത് അയോൺസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് വിടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവര് പറഞ്ഞത് എന്താ? ആദ്യം NaCl ആണെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്ത് ആ വാട്ടറിൽ അയോൺസ് ആയി മാറുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി നമുക്ക് കണ്ടക്ട് ചെയ്ത് വിടാം. പക്ഷേ പ്യുവർ വാട്ടറിൽ നമുക്ക് ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് വിടാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, പ്യുവർ വാട്ടർ മീൻസ് ഒരു ഇതുമില്ല, പക്ക പ്യുവർ ആയിട്ടുള്ള 100% പ്യുവർ വാട്ടർ. പക്ഷെ നമ്മുടെ ടാപ്പ് വാട്ടർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ നമ്മുടെ ടാപ്പ് വാട്ടർ ഒക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളം, അതിലൊക്കെ ആണെങ്കിൽ അയോൺ കണ്ടന്റ് ഒക്കെ ഉള്ളതാണ്. അയോണിക് കണ്ടന്റ് അതിനകത്തോണ്ട് സ്ലൈറ്റ് കുറച്ചെങ്കിലും കാണാം അതില്. ഒത്തിരി എന്നല്ല, പക്ഷെ കുറച്ചെങ്കിലും കാണാം. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ചെറുതായിട്ടുള്ള ഒരു കണ്ടക്ടിവിറ്റി കാണിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് നോൺ അയോണിക് സൊല്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഷുഗർ,
ഡസ് നോട്ട് കണ്ടക്ട് ദി ഇലക്ട്രിസിറ്റി. ഷുഗർ ഒരിക്കലും എന്ത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് വിടത്തില്ല. കാരണം ആം, ഇപ്പൊ നോൺ അയോണിക് അല്ലാത്തത്, അയോണിക് അല്ലാത്ത ഒരു സബ്സ്റ്റൻസ് ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് വിടത്തില്ല. അതിന്റെ എക്സാമ്പിൾ അവർ പറഞ്ഞത് ഷുഗർ എന്നുള്ളത്. ഏ? ഇല്ലില്ലില്ല. ബിക്കോസ് ദേ ഡു നോട്ട് ഫോം എ ഫ്രീ ഫോളോയിങ് അയൺ സൊല്യൂഷൻ. അതൊരിക്കലും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അയൺ ഫോളോയിങ് ഒരു അയൺ സൊല്യൂഷൻ അവിടെ ഫോം ചെയ്യുന്നില്ല. ഇതിൽ മെയിൻ ആയിട്ട് ഇത്രേ ഉള്ളൂ. നമുക്ക് അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇലക്ട്രിസിറ്റി അവിടെ പാസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, അത് ചേഞ്ചസ് ഇൻ ദ ഹൈഡ്രജൻ ബോണ്ട് നെറ്റ്വർക്ക്. ഹൈഡ്രജൻ ബോണ്ട് നെറ്റ്വർക്കിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ആ ഹൈഡ്രജൻ ബോണ്ട് നെറ്റ്വർക്കിന് ചേഞ്ചസ് എപ്പോഴാ സംഭവിക്കുന്നതെന്നാണ് ഇവർ ഈ പറയുന്നത് ഇവിടെ പറയുന്നത്. The solute can alter the structures of the water-hydrogen bond network as seen with the hydrating shell structures formed around the some solute. എന്ന് വെച്ചാല് ഈ നമ്മൾ പറഞ്ഞല്ലോ ഈ സൊല്യൂട്ടിനാണെങ്കിൽ വളരെ ഒരു കഴിവുണ്ട് എന്ത് ഈ ഹൈഡ്രജൻ ബോണ്ടിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി, മീൻസ് അവരായിരിക്കുന്ന ബോണ്ടിനെ ഒന്ന് കയറി എന്താ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റാൻ എടുക്കാനുള്ള ഒരു കഴിവ് ഈ സൊല്യൂട്ടിനുണ്ട്. ഇപ്പൊ അതാ പറഞ്ഞേക്കുന്നത് സൊല്യൂട്ട് ക്യാൻ alter the structure of the വാട്ടർ ഹൈഡ്രജൻ ബോണ്ട്. വാട്ടറിന്റെ ഹൈഡ്രജൻ ബോണ്ട് നെറ്റ്വർക്കിനെ അതൊന്ന് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. ആ സീൻ വിത്ത് ഹൈഡ്രേറ്റിംഗ് ഷെൽ സ്ട്രക്ചർ. ആ ഹൈഡ്രേറ്റിംഗ് ഷെൽ സ്ട്രക്ചർ കാണത്തില്ലേ നമ്മള്, ആൻഡ് ഫോമിംഗ് സം അറൌണ്ട് എ സൊല്യൂട്ട്. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കും, ക്ലിയർ ചെയ്ത് പോവാം, അതുകൊണ്ടാണ് പറയുന്നത്. ആ ഓക്കെ, അപ്പോഴാണെങ്കിൽ അപ്പൊ ചോദിച്ചാൽ മതി എങ്ങനാന്ന് വെച്ചാ. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാല് ഇൻ പ്രോസസ്സിങ് എ ഫുഡ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ. ഇപ്പം ഈ നമ്മള് ഈ ഫുഡൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നത് ഒരു ലിക്വിഡിനകത്താണല്ലോ. ഒരു ഒരു ലിക്വിഡിനകത്താണ്. നീ കണ്ടിട്ടില്ലേ ഈ ക്യാൻഡ് ഫുഡൊക്കെ ഇല്ലേ നമ്മുടെ കയ്യിൽ ഇപ്പം. സീൽഡ് ഫുഡ്. ആ, അങ്ങനെ ആ. ഉം. ഇപ്പൊ വെളിയിലൊക്കെ എക്സ്പോർട്ട് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഈ മാങ്ങ അതേപോലുള്ള കുറെ ഇതൊക്കെ എല്ലാം സീൽ ചെയ്ത് പ്രിസർവ് ചെയ്തൊക്കെ വെച്ചാണ് മിക്കവാറും കൊണ്ടുപോകാറുള്ളതൊക്കെ. ആ, അങ്ങനെയൊക്കെ. അപ്പം അതാണ് പ്രിസർവിങ് പ്രോസസ്സിംഗ് ഓഫ് ദ ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രിസർവ് ചെയ്യുന്നു. അതെന്ന് വെച്ചാല് വാട്ടറുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ആ സംഭവം അവിടെ നടക്കുന്നത്. ഇൻ പ്രോസസ്സിംഗ് ഓഫ് ദ ഫുഡ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ, ഇന്ററാക്ഷൻ ഓഫ് ദ വാട്ടർ ആൻഡ് ഫുഡ് കോമ്പൗണ്ട്സ്. വാട്ടറും ഫുഡ് കോമ്പൗണ്ട്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് അവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രോസസ്സിംഗും പ്രിസർവേഷനും എന്തോ നിനക്ക് മനസ്സിലായല്ലോ. സംഭവം എന്തെന്ന് അറിയാലോ. ഓക്കെ, അതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം, അതിന്റെ മെയിൻ ആയിട്ടുള്ള വൈറ്റൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞത് എന്ത്, ഇന്ററാക്ഷൻ ഓഫ് ദ വാട്ടർ ആൻഡ് ഫുഡ് കോമ്പോണന്റ്. ഫുഡ് കോമ്പോണന്റ് ഉദ്ദേശിക്കുന്ന സൊല്യൂട്ട് ആണ് ഇവിടെ. ഓക്കെ, ഏതൊരു സൊല്യൂട്ടും. Okay, the solutes such as sugar are capable for the hydrogen bonding and have a profound influence on the normal structure of the water and the freezing. ഇതിൽ പറഞ്ഞേക്കുന്നത് സൊല്യൂട്ട് സച്ചാസ്, ഇവിടെ സൊല്യൂട്ട് ഏതാന്ന് അവർ പറയുവാണ് ഇപ്പം. സൊല്യൂട്ട് സച്ചാസ് ഷുഗർ. ഷുഗർ എന്ന് പറയുന്നത് കേപ്പബിൾ ഓഫ് എ എച്ച് ബോണ്ടിങ് എന്ന് വെച്ചാൽ എച്ച് ബോണ്ടിങ് മീൻസ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതാണ്. കുറച്ച് അതിന് ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഹാവ് എ പ്രീ ഫൗണ്ടഡ്, നേരത്തെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻഫ്ലുവൻസിങ് ഓൺ ദ നോർമൽ സ്ട്രക്ചർ, എന്താണ് വാട്ടറിന്റെ നോർമൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന്. ആൻഡ് ഫ്രീസിങ് പോയിന്റ്, ഫ്രീസിങ് ടൈമിലും the solutes such as sugar are പറഞ്ഞോ. അത് ഫ്രീസ് ആയിട്ടിരിക്കുന്ന ടൈമില്ലേ മീൻസ് ഇപ്പൊ പ്രിസർവ് ഫുഡ്സ് എല്ലാം. ആ ഒരു സെക്ഷൻ ആണ് ഉദ്ദേശിച്ചത് അവിടെ. ഇപ്പം ഇപ്പം ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, സൊല്യൂട്ട് സച്ചാസ് ഷുഗർ ആർ കേപ്പബിൾ ഫോർ എച്ച് ബോണ്ടിങ് ആൻഡ് ഹാവിംഗ് എ പ്രീ ഫൗണ്ടഡ് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ അതിന് നേരത്തെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. എങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു വാട്ടർ സ്ട്രക്ചറിൽ, സ്ട്രക്ചർ ഓഫ് എ വാട്ടറും ആൻഡ് ഫ്രീസിങ് ഇരിക്കുന്ന വാട്ടറിലാണെങ്കിലും. അപ്പൊ മനസ്സിലായോ? Okay. The water binding and the water retaining
capacity of a sugar in the food have been attributed to the സാക്രഡ് വാട്ടർ ഇൻട്രാക്ഷൻ എന്ന് വെച്ചാല് ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ഷുഗറിന് വാട്ടറിനെ ഹോൾഡ് ചെയ്യാനുള്ളതും അതേപോലെ തന്നെ അതിനെ എന്താണ് ഉം, അതാണ് റീറ്റെയിൻ ചെയ്ത് വാട്ടർ ക്യാൻ റീറ്റെയിൻ ആൻഡ് അതേപോലെ തന്നെ ബൈൻഡ് ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവുണ്ട്. Sugar, the water binding and water retaining capacity of the sugar food have been attributed to a saturated water interaction. അതിനകത്തൊരു ഒരു ഒരു എന്താണ് ആ ഷുഗറിന് ഒരു സ്പെസിഫിക് ഫങ്ഷൻ ഉണ്ട്, എന്ത് വാട്ടർ ഹോൾഡിങ്ങിന്റെയും അതേപോലെ തന്നെ വാട്ടർ ബൈൻഡിങ്ങിന്റെയും എല്ലാത്തിനകത്തും. Okay, and similarly the structure characteristic of the starchy foods and the stability of the gel in the fruit preserves and the jams are essentially due to the interaction of the polysaccharides compounds. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഷുഗറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ജാം, അതേപോലെ തന്നെ പിന്നെന്താണ് നമ്മുടെ ഇതുണ്ടല്ലോ സിറപ്പ്, ചിലപ്പം നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കാനുള്ള വേറെ മീൻസ് ലിക്വിഡ് പോലുള്ള സിറപ്പ് ഒക്കെ ഇല്ലേ, അതിന്റെ ഒക്കെ ലിക്വിഡ് കൺസിസ്റ്റൻസി കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് ലൈക്ക് ഒരു സെമി ലിക്വിഡ് പോലെ ആണല്ലോ. വിസ്കോസിറ്റി ഭയങ്കര കൂളല്ലേ അതിന്. അത് കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഷുഗറിന്റെ പോളിസാക്രൈഡ് കോമ്പൗണ്ടിന്റെ വെച്ചാൽ ആ ഷുഗർ ഉണ്ടല്ലോ, ഷുഗർ എന്ന് പറയുന്ന ഒരു കാർബോ ഒരു പോളിസാക്രൈഡ് ആണ്. അപ്പം ആ ഒരു പോളിസാക്രൈഡ് കോമ്പൗണ്ടും അതേപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടും തമ്മിലുള്ള അവിടെ ഒരു ബൈൻഡിങ് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അങ്ങനെ വരുന്നത്. മനസ്സിലായോ? ഓക്കെ, അതാ ലാസ്റ്റ് പറഞ്ഞത്. ദ ഫുഡ് ആൻഡ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ജെൽസ് ഇൻ ദ ഫ്രൂട്ട് prevents and jams are the essentially due to the interaction of the polysaccharide compound of the food and water. ആ ഒരു ഫുഡിന്റെ അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ പോളിസാക്രൈഡ് ആയിട്ടുള്ള ആ കോമ്പൗണ്ടിന്റെയും വാട്ടറിന്റെയും കൂടെയുള്ള ഇന്ററാക്ഷൻ കാരണമാണ് എന്ത്, ജസ്റ്റ് ലൈക്ക് അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ജെൽ ഓഫ് ദ ഫ്രൂട്ട്സ്, ജാം ഒക്കെ ഇരിക്കുമല്ലോ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ല അതിന്റെ ഒരു അത് അങ്ങനെ ഇരിക്കാനുള്ള കാര്യം അതാണ്. കാരണം ഇപ്പൊ ഈ ഇരിക്കുന്ന ഒരു ഈ പോളിസാക്രൈഡ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അതിന് പോളിസാക്രൈഡ് കോമ്പൗണ്ട് കണ്ടന്റ് ഉണ്ട്. അപ്പം ആ ഒരു സംഭവം നമ്മുടെ നോർമൽ വാട്ടർ ആയിട്ടും ഒരു ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സംഭവം കൊണ്ടാണ് അവിടെ ഒരു ജെൽ ലൈക്ക് സ്റ്റെബിലിറ്റി ആയിട്ടുള്ള സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ കിട്ടിയോ? അത് അത്രയും കിട്ടിയോ? ഓക്കെ, അത് അത്ര ഒന്ന് വായിച്ചു നോക്കിയേ, അത് എന്തെങ്കിലും ഇത്ര ഡൗട്ട് ഉണ്ടോന്ന്.
വായിച്ചോടാ. മനസ്സിലായോ അത്രയും? അടുത്തത് സ്റ്റേറ്റ് ഓഫ് ദ വാട്ടർ ഇൻ ദ ഫുഡ്സ് എന്ന് വെച്ചാൽ ഫുഡിനകത്ത് വാട്ടർ ഏതൊക്കെ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നീ ഇപ്പം നീ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഞാൻ ഈ പറയുമ്പോൾ നീ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നീ മനസ്സിൽ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്ന് വെച്ചാൽ വാട്ടർ എന്ന് പറയുന്ന സാധനം ഫുഡിനകത്ത് മൂന്ന് മൂന്ന് തരത്തിൽ കാണപ്പെടാം. ഫസ്റ്റ് ഫ്രീ വാട്ടേഴ്സ് ആയിട്ട്, പിന്നെ ബോണ്ടഡ് വാട്ടർ ആയിട്ട്, പിന്നെ അബ്സോർബ്ഡ് വാട്ടർ ആയിട്ടും കാണപ്പെടാം. ഈ മൂന്ന് വാട്ടർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഫ്രീ വാട്ടർ എന്ന് വെച്ചാൽ അത് നമുക്കാണെങ്കിൽ ഈസിലി നമുക്കത് നമ്മളിപ്പോൾ സ്ക്യൂസ് ചെയ്യുവാണെങ്കിൽ എടുക്കുവാണെങ്കിൽ നമുക്കത് ഈസിലി അതിനകത്തു നമുക്ക് എന്ത് നമുക്ക് അതിനകത്തു അത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് വാട്ടേഴ്സ് ആയിരിക്കും. എന്നുവെച്ചാൽ നമുക്കത് എന്നുവെച്ചാൽ നമുക്കത് പെട്ടെന്ന് റിമൂവ് നമ്മളൊരു പ്രഷർ ചെയ്താലോ അല്ലെങ്കിൽ അത് ഡ്രൈ ചെയ്താലോ അതിനകത്തു നമുക്ക് എന്തോ ചെയ്യും ആ ഒരു വാട്ടർ കണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാ ഫ്രീ വാട്ടർ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഈ ബോണ്ടഡ് വാട്ടർ എന്ന് പറയുമ്പോൾ അത് കെമിക്കലി ഫിസിക്കലി അതിനകത്തുള്ള ഒരു സംഭവമായിരിക്കും. ബോണ്ടഡ് വാട്ടർ എന്ന് പറഞ്ഞാല് ഫുഡുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതായിരിക്കും. അതുണ്ടോ? വൈൽ ദ ബോണ്ടഡ് വാട്ടർ ഈസ് എ കെമിക്കലി ആർ ഫിസിക്കലി അറ്റാച്ച്ഡ് ടു ദ മോളിക്യൂൾസ്. ആ ഒരു മോളിക്യൂൾസുമായിട്ട് കെമിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഈ കെമിക്കലി ഫിസിക്കലി അറ്റാച്ച് ചെയ്തിരിക്കുക എന്ന് ഉദ്ദേശിച്ചാൽ ഒരു ഫുഡിനകത്ത് അതിന്റെ കാർബോഹൈഡ്രേറ്റ്സ് അതിന്റെ പ്രോട്ടീൻസ് ഒക്കെ അതിൽ അറ്റാച്ച് ചെയ്തിരിക്കില്ലേ, അതാ ഉദ്ദേശിച്ചേക്കുന്നത്. ആ സംഭവം നമുക്ക് അതങ്ങനെ അത്ര സെപ്പറേറ്റ് ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ബോണ്ടഡ് വാട്ടർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഈസിലി നമ്മുടെ മെക്കാനിക്കൽ പവർ ഉപയോഗിച്ചോ അതൊന്നും നമുക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല അത്. ആ ഒരു സംഭവമാണ് നമ്മുടെ ഫുൾ ആ ഒരു ഫ്രൂട്ടിന്റെ ആണെങ്കിലും ഒരു ഏത് ഫുഡ് ഐറ്റംസിന്റെ ആണെങ്കിലും അതിന്റെ ആ ഒരു കംപ്ലീറ്റ് ഒരു സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ ബോഡി തന്നെ കാർബോഹൈഡ്രേറ്റ് ചെയ്തു അതെല്ലാം ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ ആ ഒരു ഫ്രൂട്ട് ഒരു വെജിറ്റബിൾസ് എന്തെടുത്താലും അതിന്റെ ഒരു മെയിൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെങ്കിൽ മെയിൻ ഒരു ഘടനയാണ് എന്ത് ഈ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഒക്കെ വെച്ചാൽ. ഓക്കെ, എന്നുവെച്ചാൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് ഫ്രീ വാട്ടർ ആണ്. ഫ്രീ വാട്ടർ എന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കലി നമുക്കത് നമ്മൾ എക്സ്ക്യൂസ് ചെയ്താലോ അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ഡ്രൈ ചെയ്ത് നമുക്ക് ആ വാട്ടർ കണ്ടന്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ദ ബോണ്ടഡ് വാട്ടർ നമുക്ക് അങ്ങനെ പറ്റൂല. ഓക്കെ, അടുത്തത് അബ്സോർബ്ഡ് വാട്ടർ. അതെന്ന് വെച്ചാൽ ദ വാട്ടർ ഈസ് ഫൗണ്ടഡ് ഇൻ ദ പോഴ്സ് ഓഫ് ദ ഫുഡ് സ്ട്രക്ചറിനകത്ത് പോഴ്സ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ കുഴികൾ, ചെറിയ ചെറിയ ദ്വാരങ്ങൾ കാണും. അതിനകത്തുള്ള വാട്ടറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ മൂന്ന് സ്റ്റേറ്റ് ഓഫ് വാട്ടറിനെ മനസ്സിലായോ? ഒരു ഫുഡിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റിലാണ് വാട്ടർ കണ്ടന്റ് ഉള്ളതെന്നുള്ളത്. ഒന്ന് ഫ്രീ വാട്ടർ, ബോണ്ടഡ് വാട്ടർ ആൻഡ് അബ്സോർബ് വാട്ടർ. ഫ്രീ വാട്ടർ എന്ന് വെച്ചാൽ വി ക്യാൻ ബി ഈസിലി റിമൂവ് ഇറ്റ് ഫ്രം. ഓക്കെ, നമുക്ക് അതായത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ബോണ്ടഡ് വാട്ടർ എന്ന് പറയുമ്പോൾ വി കനോട്ട് ബി ഈസിലി റിമൂവഡ്. അത് കെമിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി അറ്റാച്ച് ചെയ്തിരിക്കുമായിരിക്കും എന്താ മോളിക്യൂൾസുമായിട്ട്. ഓക്കെ, അതേപോലെ തന്നെ അബ്സോർബ് വാട്ടർ എന്താ നമ്മൾ പറഞ്ഞത്, അത് പോർസിനകത്തായിരിക്കും കാണപ്പെടുന്നതെന്ന്. അത് തന്നെ. അതുണ്ടോ ദ ഫ്രീ വാട്ടറിനെ പറ്റി, ദ വാട്ടർ ദാറ്റ് ഈസിലി സ്ക്യൂസ്ഡ് ഔട്ട് ദ ഫുഡ് ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് മൈക്രോബിയൽ ഗ്രോത്ത് ഈസ് കോൾഡ് ഫ്രീ വാട്ടർ. എന്ന് വെച്ചാല് നമുക്ക് സ്ക്യൂസ് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ എടുക്കാനും പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഇതിനെ ഫുഡിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഫ്രീ വാട്ടർ എന്ന് പറയുന്നത്. അതെന്താ ആ കിട്ടുന്ന ആ ഒരു ഇതിനെ അവൈലബിൾ ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ മൈക്രോബിയൽ ഗ്രോത്ത്, കെമിക്കൽ റിയാക്ഷനും അതേപോലെ തന്നെ മൈക്രോബിയൽ ഗ്രോത്തിനും അത് ഹെൽപ്പ് ചെയ്യും. മൈക്രോബിയൽ ഗ്രോത്ത് മീൻസ് മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ വേണ്ടിയുള്ള ഒരു അവർക്ക് വേണ്ടിയുള്ള സം ന്യൂട്രീഷൻസ് ഒക്കെ ആ അതിൽ നിന്ന് കിട്ടുമെന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ദ വാട്ടർ ദാറ്റ് ഈസിലി സ്ക്യൂസ് ഔട്ട് ഓഫ് ദ ഫുഡ്
ആൻഡ് ഈസ് അവൈലബിൾ ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ. ആ കിട്ടുന്ന ആ ഒരു യൂസ് കിട്ടുന്ന വാട്ടർ എന്താണ്, കെമിക്കൽ റിയാക്ഷനും അതേപോലെ തന്നെ മൈക്രോബിയൽ ഗ്രോത്തിനും അത് ഹെൽപ്പ് ചെയ്യും. അതിനെയാണ് ഫ്രീ വാട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ആൻ സോൾവെന്റ് ആൻഡ് ഇറ്റ് ട്രാൻസ്പോർട്ട് മീഡിയം ഫ്രം അനദർ കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ ഇതൊരു ഇറ്റ് ആക്ട് ആസ് എ സോൾവെന്റ്, ഇതൊരു സോൾവെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഒരു ട്രാൻസ്പോർട്ട് മീഡിയം കൂടാണത്. ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മീഡിയം, ജസ്റ്റ് ലൈക്ക് ട്രാൻസ്പോർട്ട് എന്ന് അറിയില്ല, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് പോകാനുള്ളതാണ് ട്രാൻസ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇതെന്താണ്, ഒരു സോൾവെന്റ് ആണ്. അതേപോലെ ഒരു ട്രാൻസ്പോർട്ട് ഒരു മീഡിയം ആയിട്ടും ഒരു വസ്തുവിന്, ഒരു കോമ്പൗണ്ടിന് അത് ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? ഇത് എക്സിസ്റ്റഡ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്, അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഈ സംഭവം കാണപ്പെടുന്നത്. ഇറ്റ് ഹാസ് ഹെൽപ്പ് ദ സോൾവെന്റ് സ്റ്റേറ്റിലും അതേപോലെ തന്നെ സോൾവെന്റ് ആയിട്ടും ട്രാൻസ്പോർട്ട് മീഡിയം ആയിട്ടും നമുക്ക് ഇതിനെ എന്താണ് ഇത് ആക്ട് ചെയ്യുന്നത്, ഈ ഒരു ഫ്രീ വാട്ടർ. അത് കറക്റ്റ് ആണല്ലോ. ഓക്കെ, അടുത്ത ബോണ്ടഡ് വാട്ടർ. ബോണ്ടഡ് വാട്ടർ എന്ന് വെച്ചാൽ വാട്ടർ ഈസ് സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് ഫുഡ് കോമ്പൗണ്ട്. ഫുഡ് കോമ്പൗണ്ടുമായിട്ട് കുറച്ചുകൂടെ ആയിട്ട് അറ്റാച്ച് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ബോണ്ടഡ് വാട്ടർ എന്ന് വെച്ചാൽ. The water that strongly associated with the food compound like sugar, salt, protein through the chemical and physical bonding. കെമിക്കലും ഫിസിക്കലും ആയിട്ടുള്ള ഒരു ബോണ്ടായിട്ട് എന്നുവെച്ചാൽ ആ വാട്ടർ എന്ന് പറയുന്ന സംഭവം ഒന്നെങ്കിൽ ഷുഗറോ ആയിട്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ ആയിട്ട് അതുമായിട്ട് എന്തൊരു കണക്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. മനസ്സിലായോ? അതിനെയാണ് ബോണ്ടഡ് വാട്ടർ എന്ന് പറഞ്ഞത്. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ. The water that like strongly associated with the food compounds. ഫുഡ് കോമ്പൗണ്ട്സുമായിട്ട് പെട്ടെന്ന് ഫുഡിന്റെ ഏതൊരു കോമ്പൗണ്ടുമായിട്ട് പെട്ടെന്ന് എന്താണ് അറ്റാച്ച് ആയിട്ടിരിക്കുന്നതാണ്. ലൈക്ക് ഷുഗർ, സോൾട്ട്, പ്രോട്ടീൻ, ഇതൊക്കെ ആയിട്ട് വാട്ടർ മോളിക്യൂൾസ് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കുന്നത്. ത്രൂ ദ ഫിസിക്കൽ ഓർ കെമിക്കൽ ബോണ്ട്. ചിലപ്പോൾ ഒരു ഫിസിക്കൽ ബോണ്ടുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു കെമിക്കൽ ബോണ്ടായിട്ടായിരിക്കാം. ഓക്കെ, അതിനെയാണ് ബോണ്ടഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ദിസ് വാട്ടർ ഈസ് അൺഅവൈലബിൾ ഫോർ ദ മൈക്രോബിയൽ ഗ്രോത്ത്. ഈ കിട്ടുന്ന ഒരു ബോണ്ടഡ് വാട്ടർ ഉണ്ടല്ലോ, ഈ വാട്ടർ ഒരിക്കലും മൈക്രോബിയൽ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഉം. അതേപോലെ കെമിക്കൽ റിയാക്ഷൻ, ദിസ് വാട്ടർ ഈസ് അൺഅവൈലബിൾ ഫോർ ദ മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് കെമിക്കൽ റിയാക്ഷൻ ലൈക്ക് ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് എന്തോന്ന് അറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ബോൺ ബ്രേക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. ആ, ഓക്കെ. ആൻഡ് ഇറ്റ് റിഡ്യൂസ് ദ വാട്ടർ വേപ്പർ പ്രഷർ. വാട്ടർ വേപ്പറിന്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഫുഡിനകത്തുള്ള വാട്ടർ വേപ്പറിന്റെ പ്രഷർ ഉണ്ടല്ലോ, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആൻഡ് ഇറ്റ് പ്രൈമലി എക്സിസ്റ്റഡ് ഇൻ ദ അൺഫ്രീസിബിൾ എന്ന് വെച്ചാൽ അൺഫ്രീസിബിൾ എന്ന് വെച്ചാൽ ഫ്രീസിബിൾ അല്ലാത്ത സ്റ്റേറ്റിലാണ് ഇത്. പ്രൈമലി ഈ ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. വെച്ചാൽ ഫ്രീസിബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഈ ഒരു സംഭവം കാണില്ല. ലിക്വിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ത്രൂ സം ഗേഷ്യസ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും കാണപ്പെടുന്നത്. മനസ്സിലായോ? ആ, ഗേഷ്യസ് സ്റ്റേറ്റ്. ആ, ഓക്കെ. വാട്ടർ എന്ന് വെച്ചാൽ ബോണ്ടഡ് വാട്ടർ എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ്ലി അസോസിയേറ്റഡ് ഫുഡ് കോമ്പൗണ്ടുമായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് നല്ലൊരു സ്ട്രോങ് ബന്ധമുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ബോണ്ടഡ് വാട്ടർ ആണ്, ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അപ്പം അത് എന്തുമായിട്ടാണ് കമ്പോണൻസ് ലൈക്ക് എന്താണ് ഷുഗർ, സോൾട്ട്, പ്രോട്ടീൻസ് ഒക്കെ ആയിട്ടായിരിക്കും ഉള്ളത് തന്നെ ബോണ്ട്. എങ്ങനെ ആയിരിക്കാം, മേ ബി അത് ഫിസിക്കലി ആയിരിക്കാം അല്ലെങ്കിൽ അത് കെമിക്കലി ആയിരിക്കാം. ഓക്കെ. അതേപോലെ എന്താ നമ്മൾ പറഞ്ഞേ, മൈക്രോബിയൽ ഗ്രോത്തിനും അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷനും അത് അൺഅവൈലബിൾ ആയിരിക്കും, ബിക്കോസ് അത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഏ പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഫുഡ് മെറ്റീരിയൽസിനകത്തുള്ള വാട്ടർ വേപ്പറിന്റെ പ്രഷർ അതെന്തോ ചെയ്യുന്നു, അത് റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അതേപോലെ തന്നെ ഇത് കാണപ്പെടുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇതിലായിരിക്കും, സ്റ്റേറ്റിലായിരിക്കാം, അൺഫ്രീസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ എന്ന് വെച്ചാൽ ഫ്രീസിബിൾ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ തണുത്ത് മരവിച്ചിരിക്കുന്ന ടൈം, ആ ഒരു കണ്ടീഷൻ ഫ്രീസിബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ അൺഫ്രീസിബിൾ എന്ന് വെച്ചാൽ എന്താണ്, അതല്ലാത്ത കണ്ടീഷൻ. ഓക്കെ, അതാണ് ലിക്വിഡ് സ്റ്റേറ്റ്. അല്ലെങ്കിൽ ഇൻ സം ക്യാൻ ബി ഇൻ എ ക്രിസ്റ്റലൈൻ ഓർ ഗേഷ്യസ് സ്റ്റേറ്റ്. ചിലത് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലും അങ്ങനെ കാണപ്പെടാം. ഓക്കെ, അത് മനസ്സിലായോ? ഓക്കെ, അടുത്തതാണ് അബ്സോർബ്ഡ് വാട്ടർ.
The water that is held within the food metrics. ഫുഡ് മെട്രിക്സിനകത്ത് എന്ന് വെച്ചാൽ ഫുഡിന്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ട്, നമ്മൾ പറഞ്ഞല്ലോ ഫുഡിന്റെ ആ ഒരു പോഴ്സ് എന്ന് പറഞ്ഞല്ലോ, അതിനകത്തായിരിക്കും ഈ വാട്ടർ കണ്ടന്റ് കാണപ്പെടുന്നത്. ആ മെട്രിക്സ് എന്ന് വെച്ചാൽ ആ ഒരു ഒരു സബ്സ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു മാംഗോ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആപ്പിൾ എന്തെങ്കിലും കൺസിഡർ ചെയ്യുക, അതിനകത്ത് ആ ഒരു അതിന്റെ ആ ഫുൾ സ്ട്രക്ചറിനാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ആ അപ്പം അതിനകത്ത് അതിലെ ഒരു ചിലപ്പോൾ പോഴ്സിലായിരിക്കും ഈ വാട്ടർ കണ്ടന്റ് കാണുന്നത്. കണ്ടോ, ഓഫ്റ്റൻ ഇൻ ദ പോഴ്സ് ഓഫ് ദ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അങ്ങനെയുള്ള എന്തെങ്കിലത്തിന്റെ ഒക്കെ ഇടയിലായിരിക്കാം ഈ ഒരു സംഭവം കാണുന്നത്. അബ്സോർബ് വാട്ടർ. The water that is held within the food matrix, often in the pores of the carbohydrates and proteins. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സോർബ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. This state is less mobile, and the free water but is more available for the reactions than the bonded water. എന്ന് വെച്ചാൽ ബോണ്ടഡ് വാട്ടറിലാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ മൈക്രോബിയൽ ഗ്രോത്തിനും അതേപോലെ തന്നെ കെമിക്കൽ റിയാക്ഷനും അങ്ങനെ അൺഅവൈലബിൾ ആയിട്ടുള്ളതല്ലെന്ന്. പക്ഷെ അബ്സോർബ്ഡ് വാട്ടർ എന്താണ്, ഇതിന് ഈ നമ്മുടെ ബോണ്ടഡ് വാട്ടറിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ അവൈലബിൾ ആണ്. മൊബൈൽ എന്ന് വെച്ചാല് ലെസ് മൊബിലബിൾ എന്ന് വെച്ചാല് അത് അത്ര മൂവ് ചെയ്യാൻ പറ്റിയ സ്റ്റേറ്റ് അല്ല അതിന്റെ. അതാണ് ലെസ് മൊബിൽ ദാൻ ദ ഫ്രീ വാട്ടർ. ഫ്രീ വാട്ടർ എന്ന് വെച്ചാൽ എന്താ, ഫ്രീ യൂസ്, അത് നമുക്ക് ഫ്രീ ആയിട്ട് അതിനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വാട്ടർ ആണ്. ഈ മൊബൈൽ വാട്ടർ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതൊരു പക്ക ഒരു സ്ഥലത്തായിരിക്കും നിൽക്കുന്നത്, മേ ബി അതിന് അതൊരു മൊബിലിറ്റി ഇല്ലായിരിക്കാം, മൊബിലിറ്റി ഇല്ല അതിന്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മനസ്സിലായോ? ഇറ്റ് ക്യാൻ ബി എ അത് ഇത് എപ്പോഴാണ് കാണപ്പെടുന്നത്, ഇറ്റ് ക്യാൻ ബി ഇൻ എ ലിക്വിഡ് ഓർ വെരി വിസ്കസ് സ്റ്റേറ്റ്. ഒരു വിസ്കസ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ഈ ഒരു സംഭവം മെയിൻലി കാണപ്പെടുന്നത്. ഓക്കെ, അത് മൂന്നും മനസ്സിലായോ അത്രേ? അതൊന്ന് വായിച്ചു നോക്കിയാ അത്രേ. എടാ പിന്നെ അതുപോലെ ഞാൻ ഈ നമ്മള് വാട്ടർ സ്റ്റേറ്റ്സ് വന്നല്ലോ, ഈ അബ്സോർബ്ഡ് വാട്ടർ ഉണ്ടല്ലോ, അതിന് എക്സാമ്പിൾ എന്താന്ന് വെച്ചാല് ഈ ബിസ്ക്കറ്റ് ഒക്കെ ഇല്ലേ, അതിനകത്തൊക്കെ മോയ്സ്ചർ, ആ ഒരു മോയ്സ്ചർ കണ്ടന്റ്, അതിന്റെ ഒരു മോയ്സ്ചർ കണ്ടന്റ് ആ ഒരു പോഴ്സ് തന്നെ ഉണ്ടല്ലോ, ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമല്ലേ, അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. ആ അതേപോലെ തന്നെ നമ്മുടെ ഈ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഇല്ലേ, അതിനകത്തും വാട്ടർ കണ്ടന്റ് ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് കുറച്ചൊക്കെ ഇരിപ്പില്ലേ, ഡ്രൈഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനകത്തൊക്കെ. അതാണ് നമ്മുടെ ഒബ്സർവ്ഡ് വാട്ടറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആപ്പിൾ, ഓറഞ്ച് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളെ കൺസിഡർ ചെയ്താൽ മതി. അതിനകത്ത് നമ്മൾ സ്ക്യൂസ് ചെയ്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റൂലേ. പിന്നെ അതേപോലെ തന്നെ ബോണ്ടഡ് വാട്ടർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാർബോഹൈഡ്രേറ്റുമായിട്ടോ അല്ലെങ്കിൽ പ്രോട്ടീനുമായിട്ടോ ഒക്കെ ബൈൻഡ് ചെയ്തിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ബ്രെഡിനൊക്കെ നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കൂലേ, ചപ്പാത്തി മാവ് കുഴക്കുന്ന സമയത്ത് അതിൽ വാട്ടറും അതേപോലെ തന്നെ ആ കാർബോഹൈഡ്രേറ്റും കൂടെ അല്ലേ ഒരുമിച്ചാകുന്നത്. ആ അതാണ് ബോണ്ടഡ്, അവിടെ ഒരു ബോണ്ടഡ് വാട്ടർ, അതാണ് അത് ബോണ്ടഡ് വാട്ടർ ആണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായോ?
വായിച്ചോടാ. ഓക്കെ. ഓക്കെ. അത് നിനക്ക് മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അവിടെ അത്രേ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റ് ഓഫ് വാട്ടറും പറഞ്ഞല്ലോ. അപ്പൊ ഇനി പറയുന്നല്ലോ ഫുഡിനകത്ത് അതിന്റെ ഉള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയാ പറയുന്നവര്. അതാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നതാണ് വാട്ടർ ആക്ടിവിറ്റി, ഫുഡ് പ്രിസർവിങ് ആൻഡ് ദ ഫുഡ് സ്റ്റെബിലിറ്റി. ഇത്രയുമാണ് മൂന്ന് സബ്സ്റ്റൻസുകൾ. ഓക്കെ, മൂന്ന് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ്. ആ ഒരു സ്റ്റേറ്റ് ഓഫ് വാട്ടർ. ആ, അത് തന്നെ. ഇതില് വാട്ടർ ആക്ടിവിറ്റി ഫസ്റ്റ് നമ്മൾ പറയുന്നത്. ദ ടേം വാട്ടർ ആക്ടിവിറ്റി ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ഇന്റൻസിറ്റി വിത്ത് വിച്ച് ദ വാട്ടർ ഈസ് ബോണ്ടഡ് ടു ദ ഫുഡ് കോമ്പൗണ്ട്. ഈ വാട്ടർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഈ ഫുഡ് കോമ്പൗണ്ടുമായിട്ട് നമുക്ക് വാട്ടറിന് ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി അത് എത്രമാത്രം സ്ട്രോങ്ലി ആയിട്ടാണ് അതവിടെ കണക്ട് ആയേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. The term water activity is used to describe the intensity with which the water is bonded to the food compound. ആ ഫുഡ് കോമ്പൗണ്ടുമായിട്ട് വാട്ടർ എത്ര ഇതിലായിട്ട് വേണം, എത്ര സ്ട്രോങ് ആയിട്ട്, എത്ര ഒരു ഇതിലാണ് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയേക്കുന്നതെന്ന്. ഓക്കെ, ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് മെഷർ ഓഫ് ദ ഫ്രീ വാട്ടർ അവൈലബിൾ ഫോർ ദ മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് കെമിക്കൽ റിയാക്ഷൻ. ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഫ്രീ അവൈലബിൾ ദ ഫ്രീ വാട്ടർ അവൈലബിൾ ഫോർ ദ മൈക്രോബിയൽ ഗ്രോത്ത്, മൈക്രോബിയൽ ഗ്രോത്തിനും അതേപോലെ തന്നെ കെമിക്കൽ റിയാക്ഷനും വേണ്ടി എന്ത് ഈ ഫ്രീ വാട്ടർ എമൗണ്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അങ്ങനെയാണ് നമുക്ക് അതിനകത്ത് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ഫ്രീ വാട്ടർ അവൈലബിൾ ഫോർ ദ മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് കെമിക്കൽ റിയാക്ഷൻ. ദ ഫുഡ് വിത്ത് ലോവർ വാട്ടർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ബിലോ 0.85 ആയിരിക്കും. ഫുഡ് ആക്ട് എന്ന് വെച്ചാൽ അതിനകത്ത് ഫുഡിന്റെയും വാട്ടറിന്റെയും ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ വളരെ 0.5 ആയിരിക്കും കുറവാണെങ്കിൽ. ദ ഫുഡ് വിത്ത് ദ ലോവർ വാട്ടർ ആക്ടിവിറ്റി, ഫുഡും വാട്ടറും തമ്മിലുള്ള ഒരു ലോവർ ആക്ടിവിറ്റി മീൻസ് അവർ തമ്മിൽ ബന്ധം കുറവാണെങ്കിൽ അത് എത്ര ആയിരിക്കും? 0.5ന് താഴെ ആയിരിക്കും. മനസ്സിലായോ? എന്ന് വെച്ചാല് എടാ 0.5 എന്ന് പറയുന്നതാണ്, 0.85 എന്ന് പറയുന്നതാണ് പക്ക ഒരു സ്പെസിഫിക് പോയിന്റ്. ആ ഒരു പോയിന്റിന് താഴെ പോയി കഴിഞ്ഞാൽ അതിനും ആ വാട്ടറിനും ആ ഒരു ഫുഡിനും തമ്മിൽ ഈ ആ വാട്ടറിന്റെ കണ്ടന്റ് വളരെ കുറവാണ്. ഓക്കെ, അത് ഈ ഷെൽഫ് ലൈഫ് ആ ഷെൽഫ് ലൈഫ് എന്തെന്നറിയാവോ? ഇത് ഈ ലോങ്ങർ ഷെൽഫ് ലൈഫ് ബിക്കോസ് ദ വാട്ടർ ഈസ് ലെസ് അവൈലബിൾ എന്ന് പറഞ്ഞേക്കുന്നത്. ഹാവ് എ ലോവർ ഷെൽഫ് ലൈഫ് ബിക്കോസ് ദ വാട്ടർ ഈസ് ലെസ് അവൈലബിൾ. വാട്ടർ കണ്ടന്റ് കുറവാണെങ്കിലാണ് അതിനകത്ത് ഷെൽഫ് ലൈഫ് കുറച്ചുകൂടെ കൂടുതലായിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഈ ഷെൽഫ് ലൈഫ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എത്ര നാൾ ഒരു ഫുഡ് പ്രിസർവ് ചെയ്ത് നമ്മൾ അത് എത്ര നേരം അവിടെ ഇരിക്കുന്നു എന്നുള്ളൊരു ഇതാ മനസ്സിലായത്. ഇപ്പൊ അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ എത്ര നാൾ അവിടെ ഇരിക്കുന്നു എന്നുള്ളത്. ഇപ്പം അച്ചാർ കേടാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് എന്ത് ഒഴിക്കുന്നുണ്ട്? വിനാഗിരി ഒഴിക്കുന്നുണ്ട്. മനസ്സിലായോ? അതെവിടെ പറഞ്ഞേക്കുന്നത്? ദ ഫുഡ് വിത്ത് ലോവർ വാട്ടർ ആക്ടിവിറ്റി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. The food with the lower water activity have a longer shelf life. വാട്ടർ ആക്ടിവിറ്റി വളരെ കുറവായിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിന് എന്തായിരിക്കും കുറച്ചുകൂടെ ഷെൽഫ് ലൈഫ് അവൈലബിൾ ആയിരിക്കും. ബിക്കോസ് ഇതിനകത്ത് വാട്ടറിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. വാട്ടർ ഈസ് ലെസ് അവൈലബിൾ. വാട്ടർ കണ്ടന്റ് ഒത്തിരി കുറവാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്ക്, വാട്ടർ കണ്ടന്റ് ഇപ്പോൾ ഒത്തിരി ഉണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെക്കുന്ന സമയത്ത് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് എടുത്ത് വെക്കുന്നെങ്കിലേ ചില ഫ്രൂട്ട്സ് ഒക്കെ അഴുകി തുടങ്ങും. അതെന്താ? ചിലപ്പോൾ അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടോണ്ടായിരിക്കും ചിലപ്പോൾ അത് അഴുകി പോകുന്നത് എക്സ്റ്റേണലി.
അപ്പൊ അതാ ഇവര് പറഞ്ഞേക്കുന്നത്. കുറച്ച് വാട്ടർ കണ്ടന്റേ ഉള്ളെങ്കിൽ നമുക്ക് ഷെൽഫ് ലൈഫ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഉം. അടുത്ത ഫുഡ് പ്രോസസ്സിംഗ് ആണ് പറഞ്ഞേക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദി സ്റ്റേറ്റ്. ആ, ചോദിച്ചോ. ഉം, ഉം, ഉം. ആക്ച്വലി ആ ഫ്രൂട്ടിനകത്തുനിന്ന് വാട്ടർ കണ്ടന്റ് അതിനകത്തുനിന്ന് പോവല്ലേ, ഫുഡ് മെറ്റീരിയൽസിനകത്തുനിന്ന്. എടാ, വെള്ളം എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? ഫുഡും ആ വാട്ടറുമായിട്ടുള്ളൊരു ഇത് കോണ്ടാക്ട് കുറവാണെങ്കിൽ അല്ലെ അത് കുറച്ചുകൂടെ ഷെൽഫായിട്ട് ഇരിക്കത്തുള്ളൂ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ മാങ്ങ ഇപ്പൊ ഫസ്റ്റ് ഇടുമ്പോ അത് ഫുള്ളി ഒരു നല്ല ഇതായിട്ടല്ലേ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ എടുക്കുമ്പോ അതെങ്ങനെ ഇരിക്കുന്നേ? മനസ്സിലായോ? ആ, അതേപോലെ തന്നെ ആ ഒരു സംഭവം കുറെ നാൾ ഇരുന്ന് കഴിഞ്ഞാലും അത് കേടായി പോവും. ജസ്റ്റ് കോമൺ തിങ്സേ ഉള്ളൂ ഇതിനകത്ത്, ഈ ഫുഡ് കെമിസ്ട്രിക്കകത്ത്. മീൻസ് നമ്മുടെ കിച്ചണിൽ നടക്കുന്ന അതേ സെയിം തിങ്കുകളാണ്, സംഭവങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്നത് പഠിക്കാൻ വേണ്ടി. ഓക്കെ, അടുത്തത് ഫുഡ് പ്രോസസ്സിംഗ് ആണ്. അതിനകത്ത് അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റേറ്റ് ഓഫ് ദ വാട്ടർ ഇസ് എ ക്രൂഷ്യൽ ഫോർ ദ ഫുഡ് പ്രോസസ്സിംഗ്. ഇപ്പോൾ ഒരു ഫുഡിന്റെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഫുഡ് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ, അത് ഫ്രീ വാട്ടർ സ്റ്റേറ്റ് ആണോ, അത് ബോണ്ടഡ് വാട്ടർ സ്റ്റേറ്റ് ആണോ, അത് ഒബ്സർവ്ഡ് വാട്ടർ സ്റ്റേറ്റ് ആണോ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫുഡ് മെറ്റീരിയൽസ് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഫുഡ് പ്രിസർവിംഗ് ടെക്നിക്സ്, ഇവിടെ പറഞ്ഞേക്കുന്ന ടെക്നിക്സുകൾ എന്താണ്? ഫ്രീസ് ഡ്രൈയിങ് ആൻഡ് കോൺസെൻട്രേഷൻ വിച്ച് റിലേ ഓൺ ദ സെപ്പറേറ്റിംഗ് ദ വാട്ടർ ഇൻ ദ ഡിഫറെന്റ് ഫേസസ്. ഏതൊക്കെ ഫേസസിലൊക്കെയാണ് വാട്ടേഴ്സ് ഉള്ളത്, ആ വാട്ടേഴ്സിനെല്ലാം അവിടെ ഫ്രീസ് ചെയ്യുവാണ് അവര്. ഇപ്പൊ നമ്മള് ഇപ്പൊ എത്ര നാൾ ഇപ്പൊ നമ്മൾ ഫുഡ് ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് നമ്മള് വെച്ചാൽ പോലും നമുക്ക് ആ ഫുഡ് എടുത്ത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? നീ അവിടെ എന്താണ്, അതിന് കുറച്ചും കൂടി ഇത് കൂടുവാണ്. കാരണം അവിടെ ഇപ്പൊ മൈക്രോബിയൽ ഗ്രോത്തിനോ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിന് ഗ്രോത്തിനോ അത് ഹെൽപ്പ് ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അതിനൊരു സ്പെസിഫിക് ടെമ്പറേച്ചർ വേണം. എന്നാൽ മാത്രമേ അതിന് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഇതിന്റെ സ്റ്റേറ്റിൽ എന്താണ്, ഈ ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഫുഡിനകത്ത് നമുക്ക് ഒരിക്കലും ഒരു മൈക്രോ ഓർഗാനിസത്തിനും ഗ്രോ ചെയ്യാനുള്ള ഒരു എന്താണ്, ഒരു സ്പേസ് അവിടെ കൊടുക്കുന്നില്ല. അതാ പറഞ്ഞേക്കുന്നത്, വാട്ടറിന്റെ ഏതൊരു സ്റ്റേറ്റ് ആണെങ്കിലും അവിടെ എന്തോ ചെയ്യും, അതിനെ അത് ഫ്രീസ് ചെയ്യും. ഫ്രീ സ്റ്റേറ്റിലാണെങ്കിലും അബ്സോർബ്ഡ് സ്റ്റേറ്റിലാണെങ്കിലും ബോണ്ടഡ് സ്റ്റേറ്റിലാണെങ്കിലും. ഓക്കെ, അടുത്ത ഫുഡ് സ്റ്റെബിലിറ്റി ആണ്. ദ വാട്ടർ കണ്ടന്റ് അലോങ് ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഫോർ ദ ഫുഡ് പ്രിസർവബിലിറ്റി. എന്ന് വെച്ചാല് ഒരിക്കലും വാട്ടർ കണ്ടന്റോ അതേപോലെ തന്നെ ദ വാട്ടർ കണ്ടന്റ് ഈസ് അലോങ് ഇസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ. വാട്ടർ കണ്ടന്റ് മാത്രമല്ല, ഇറ്റ് മേ ബി വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഇതാക്കാം. The water activities is such as a better predictor for the spoilages because it accounts of the availability of the free water. ഈ സ്പോയിലേജസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? ഉം, ചില ഫുഡിനകത്ത് ഈ ഫംഗസ് പോലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തോടാ? ആ, സ്പോയിലേജസ്, പൂപ്പല് പോലൊക്കെയുള്ള സംഭവങ്ങള്. ആ, ഫുഡ് സ്പോയിലേഷൻ എന്ന് വെച്ചാല് അതിനകത്ത് വെച്ചാല് വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ തന്നെ അഴുകാനും അതേപോലെ തന്നെ ബാക്ടീരിയസ് വളരാനും പ്രൊമോട്ട് ചെയ്യാനൊക്കെ അതിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? എന്നുവെച്ചാൽ വാട്ടർ ആക്ടിവിറ്റി മാത്രം, ഇപ്പൊ വാട്ടർ കണ്ടന്റ് മാത്രം ഉള്ളെങ്കിൽ ഇപ്പൊ വാട്ടർ ആക്ടിവിറ്റി കുറച്ച് വാട്ടറിന്റെ കണ്ടന്റ് ഒത്തിരി ഉണ്ടെങ്കിൽ പോലും ജസ്റ്റ് ലൈക്ക് അതിനകത്ത് എന്തെങ്കിലും മൈക്രോബിയൽ ഗ്രോത്തിനൊക്കെ അതിനവിടെ ചാൻസ് കൂടുതലാണ്. അഥവാ ആ ഒരു സ്പോയിലേജ് അവിടെ ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ വാട്ടറിന് ആ ഒരു മൈക്രോബിയൽ ഓർഗാനിസത്തിന് വളരാൻ സ്റ്റേറ്റ് ഇല്ലെങ്കിൽ പോലും
അവിടെ ചിലപ്പം എന്തെങ്കിലും ഒരു ഇത് മതി. എന്ത് ഈ ബാക്ടീരിയക്കും ഈസ്റ്റിനും ഒക്കെ വളരാൻ വേണ്ടി ഒരു ചെറിയൊരു അംശം കിട്ടിയാൽ മതി നമുക്ക്. മനസ്സിലായോ? ഇവിടെ പറഞ്ഞത് ജസ്റ്റ് ഒരു വാട്ടറിന്റെ ഒരു അംശം മതി. ഏതെങ്കിലും എവിടെങ്കിലും ഒരു ഈസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു ബാക്ടീരിയ ഉണ്ടെന്ന് കരുതുക. എന്തെങ്കിലും എന്തായാലും ഉണ്ട്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ബാക്ടീരിയാസും ഉണ്ട്, വേണ്ടാത്ത ബാക്ടീരിയാസും വൈറസും എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് പ്രിസർവ് ചെയ്യുക, ഒരു ഫുഡ് ഇതായിട്ട് വെക്കുന്നതിനകത്ത് ജസ്റ്റ് ഒരു ബാക്ടീരിയ ഉണ്ടെന്നായിരിക്കും. പക്ഷെ അതിനെ ഗ്രോ ചെയ്യാനുള്ള ആ, ഒരു ഒരു എന്താണ് ഒരു സറൗണ്ടിങ്സ് ഇല്ലെങ്കിൽ അത് ഗ്രോ ചെയ്യൂല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവിടെ ഒരു വാട്ടർ കണ്ടന്റ്, ഒരു വാട്ടർ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറുത് മതി. അത് അതിനകത്തുനിന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്ത് പൊക്കോളും. പിന്നെ അത് ഫുള്ളേ അഴുക്കാവും. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ അത്രേ? ഓക്കെ. അടുത്തത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ വാട്ടർ ആക്ടിവിറ്റിയെ പറ്റി പഠിക്കുകയാണ്. ഇവിടെ വാട്ടർ ആക്ടിവിറ്റി. ഓക്കെ. വാട്ടർ ആക്ടിവിറ്റി ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത് സ്മോൾ എ, എന്നിട്ട് നമ്മൾ ഡിനോട്ട് താഴെ നമ്മൾ ഡബ്ല്യു എന്ന് എഴുതും. ഓക്കെ. The water activity is the ratio of the material water vapor pressure to the pure water vapor pressure. എന്ന് വെച്ചാല് മെറ്റീരിയൽ വാട്ടർ വേപ്പർ ഉണ്ടല്ലോ, ഒരു മെറ്റീരിയൽ ഇപ്പൊ ഉണ്ട്, ആ മെറ്റീരിയലും അതും തമ്മിലുള്ള ആ ഒരു വാട്ടർ വേപ്പർ പ്രഷറും പ്യുവർ ആയിട്ടുള്ള ഒരു വാട്ടറും ഉണ്ടല്ലോ, പ്യുവർ പ്യുവർ വാട്ടർ, പിന്നെ അതേപോലെ മെറ്റീരിയൽ കണ്ടെയ്നിങ് വാട്ടർ ഉണ്ടല്ലോ, അത് തമ്മിലുള്ള ആ, അവർ തമ്മിലുള്ള ഒരു വാട്ടർ വേപ്പറിന്റെ റേഷ്യോ ആണ് വാട്ടർ ആക്ടിവിറ്റി എന്നിവിടെ പറയുന്നത്. വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഒരു പ്യുവർ വാട്ടർ, ഒരു എന്താണ് മെറ്റീരിയൽ വാട്ടർ വേപ്പർ, ഒരു മെറ്റീരിയൽ ഉള്ള വാട്ടർ വേപ്പറും ഒരു എന്താണ് വാട്ടർ അങ്ങനല്ലടാ. ഇപ്പം എന്ന് വെച്ചാല് ആഹ് ഒരു മെറ്റീരിയൽ ഉള്ള ഒരു സൊല്യൂഷനകത്ത് വാട്ടർ വേപ്പർ, അത് അറ്റ് ദ സെയിം ടൈം എന്താണ് സാധാ വാട്ടർ വേപ്പർ, അതിലെ രണ്ടിന്റെ പ്രഷർ, അതിന്റെ പ്രഷറിന്റെ റേഷ്യോ ആണ് വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് രണ്ടും സെയിം ടെമ്പറേച്ചറിലായിരിക്കും. സെയിം ടെമ്പറേച്ചറുള്ള ആ 2 വസ്തുക്കൾ എന്ന് വെച്ചാൽ 2 സംഭവങ്ങളും ഓക്കെ സെയിം തന്നാണ്. പക്ഷെ അതിനകത്തൊരു ഡിഫറൻസ് എന്താണ്? ഒരെണ്ണത്തിനകത്ത് മെറ്റീരിയൽ ഉണ്ട്, ഒരെണ്ണത്തിനകത്ത് മെറ്റീരിയൽ ഇല്ല. പ്യുവർ വാട്ടർ ആണ് ഒന്ന്. ഈ മെറ്റീരിയൽ വാട്ടർ എന്ന് പറയുമ്പോൾ കൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ലൈക്ക് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് അതിനകത്ത് ഉണ്ട്. പ്യുവർ വാട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നും ഇല്ല. അത് പ്യുവർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആ പ്യുവർ വാട്ടറിന്റെ വാട്ടർ വേപ്പർ പ്രഷറും അതേപോലെ തന്നെ മെറ്റീരിയൽ വാട്ടർ വേപ്പറിന്റെ പ്രഷറും ഉള്ള റേഷ്യോ ആണ് വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് മെഷർ of the free or unbonded water in a substance that is available to support the growth of the microorganism and drive the chemical reaction. ഇതെന്ന് വെച്ചാൽ ഇത് നമ്മൾ മെഷർ ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഫ്രീ അല്ലെങ്കിൽ അൺബോണ്ടഡ് വാട്ടർ സബ്സ്റ്റൻസ്, ഫ്രീ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അൺബോണ്ടഡ് ആയിട്ടുള്ളതോ, ബോണ്ട് ചെയ്യാതെ നടക്കുന്ന വാട്ടർ സബ്സ്റ്റൻസോ, ഓക്കെ, അത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ജസ്റ്റ് ലൈക്ക് അതിനകത്തൊരു മൈക്രോബിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ വാട്ടറിന്റെ കണ്ടന്റ് ഉണ്ട്, വാട്ടർ ആക്ടിവിറ്റി അവിടെ കൂടുതലാണ്. വാട്ടർ ആക്ടിവിറ്റി കുറവാണെങ്കിൽ നമുക്ക് ഈ മൈക്രോബിയൽ ഗ്രോത്തിനോ കെമിക്കൽ റിയാക്ഷനോ ഒന്നിനും അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല. ഇവിടെ മൈക്രോബിയൽ ഗ്രോത്ത് അങ്ങനെ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ എവിടോ വാട്ടർ കണ്ടന്റിന്റെ ഇത് അവൈലബിൾ ആണ്. അതാ പറഞ്ഞ ഇറ്റ് ഈസ് മെഷർ ഓഫ് ദ ഫ്രീ ഓർ അൺബോണ്ടഡ് വാട്ടർ ഈസ് ഇൻ എ സബ്സ്റ്റൻസ് that is available to support the growth of the microorganism and drive the chemical reactions. Okay. പിന്നെ unlike the moisture content which measure the total amount of water activity quantifies of the energy state of the water and available for the interaction with the compound. എന്ന് വെച്ചാൽ unlike the moisture കണ്ടന്റിനെ ഒഴിച്ച് നോക്കുമ്പോൾ which measure the total amount of water, എന്ന് വെച്ചാൽ ഇത് എത്രമാത്രം എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടെന്ന് മെഷർ ചെയ്യും. അതേപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റി ക്വാണ്ടിഫൈസ് ചെയ്യും ഓഫ് ദ എനർജി ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ വാട്ടർ, എന്ന് വെച്ചാൽ ആ ഒരു വാട്ടറിന്റെ എനർജി ഓഫ് സ്റ്റേറ്റ് ഏതാന്നുള്ളത്.
അത് ഏതൊരു സ്റ്റേറ്റിലാണ് ആ വാട്ടറിന്റെ എനർജി സ്റ്റേറ്റ് ഇല്ലേ? എടാ എനർജി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് വാട്ടർ ആക്ടിവിറ്റി ഇപ്പം ഇപ്പം ഈ നമ്മൾ പറഞ്ഞല്ലോ ഇതിന് അയോൺസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ആക്ടിവിറ്റി കൂടുതലാന്ന് പറയുന്നില്ലേ? അതാണ് നമ്മൾ ഈ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാ സബ്സ്റ്റൻസിനും ഒരു എനർജി ഉണ്ട്. മനസ്സിലായോ? ദ വാട്ടർ ആക്ടിവിറ്റി ക്വാണ്ടിഫൈസ് ദ എനർജി സ്റ്റേറ്റ് ഓഫ് ദ വാട്ടർ ആൻഡ് ഇറ്റ്സ് അവൈലബിൾ ഫോർ ദ ഇന്ററാക്ഷൻ. എന്നിട്ട് ആ ഒരു വാട്ടർ എന്താണ് ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷന് റെഡി ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ അത്? ഓക്കെ. അടുത്ത വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വാട്ടർ ആക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ ഓർ എ ഫുഡ് സ്റ്റഫ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ദ വേപ്പർ പ്രഷർ. ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ളത് വേണോ? ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് നീ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഓക്കെ. ലിമിറ്റഡാ? ഓക്കെ. ഇതിനകത്ത് ഇനി പറഞ്ഞേക്കുന്നത് വെച്ചാൽ കുറച്ച് ഈ കണക്ക് മീൻസ് കുറച്ച് ഫോർമുല ബേസ്ഡാ പറഞ്ഞേക്കുന്നത് അത്രേ ഉള്ളൂ. ഇതിൽ പറഞ്ഞേക്കുന്നത് വെച്ചാൽ വാട്ടർ ആക്ടിവിറ്റി നമ്മൾ എ ആണെങ്കിൽ ഇവിടെ എ ഉണ്ടോ എ ഡബ്ല്യു ഇസിക്കൽ ടു പി ബൈ പി സീറോ. വാട്ടർ ആക്ടിവിറ്റി ഇസിക്കൽ ടു പ്രഷർ വേപ്പർ പ്രഷർ ബൈ ദ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ വാട്ടർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞതോ ഇത് പറഞ്ഞ ഓർമ്മയുണ്ടോ? ദ റേഷ്യോ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ വാട്ടർ വേപ്പർ പ്രഷർ ടു ദ പ്യുവർ വാട്ടർ വേപ്പർ പ്രഷർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ എന്ന്. അതിനെ നമ്മൾ വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് ആ പറഞ്ഞേക്കുന്നത്. അതിന് പക്ക അതിൽ എഴുതിയേക്കുവാണ്. ദ വാട്ടർ ആക്ടിവിറ്റി എ ഓഫ് വാട്ടർ ആക്ടിവിറ്റി ആണ് എ ഡബ്ല്യു ഓഫ് എ സൊല്യൂഷൻ ഓർ എ ഫുഡ് സ്റ്റഫ്. ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഫുഡ് സ്റ്റഫിനോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ദ വേപ്പർ പ്രഷറിന്റെ റേഷ്യോ ഓഫ് ദ സൊല്യൂഷൻ ഒരു സൊല്യൂഷന്റെ അല്ലെങ്കിൽ ഓർ ദ വാട്ടർ ഇൻ എ ഫുഡ് ഒരു ഫുഡിനകത്തുള്ള വാട്ടറിന്റെ വേപ്പർ പ്രഷർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. ഒരേ ടെമ്പറേച്ചറിലായിരിക്കും രണ്ടും. അതിനെയാണ് ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് സിംപ്ലിഫൈ ചെയ്തേക്കുന്നത് എ ഡബ്ല്യു സിക്കൽ ടു പി ബൈ പി സീറോ. എ ഡിനോട്ട് ഫോർ വാട്ട് വാട്ടർ ആക്ടിവിറ്റി എ ഡബ്ല്യു. പി എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ വാട്ടർ വേപ്പർ പ്രഷർ ആണ്. ആൻഡ് പി സീറോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫുഡ് മെറ്റീരിയൽ അത് വാട്ടർ ഇൻ എ ഫുഡ് അല്ലെ ഫുഡ് ഒരു ഫുഡിനകത്തുള്ള എന്താണ് വാട്ടറിന്റെ വേപ്പർ പ്രഷറാണ് പറയുന്നത്. ആ ratio of the vapor pressure of the solution of the water in a food. ഒരു വാട്ടറിലോ ഒരു സൊല്യൂഷനോ ഉള്ള ഒരു വേപ്പർ പ്രഷറിനെ നമ്മൾ പി എന്ന് ഡിനോട്ട് ചെയ്യും. അതേപോലെ അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്താണ് ഒരു പ്യുവർ വാട്ടറിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് പി സീറോ എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? Okay. അടുത്തത് വാട്ടർ ആക്ടിവിറ്റി ഓഫ് ദ ഫുഡ് വിൽ ബി ഇക്വിലിബ്രേറ്റ് വിത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ്മോസ്ഫിയർ സറൗണ്ടിങ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു നമ്മൾ പറഞ്ഞല്ലോ വാട്ടർ ആക്ടിവിറ്റി എന്തുവാന്ന് പറഞ്ഞല്ലോ. ഫുഡും വാട്ടറും തമ്മിലുള്ള ഒരു ഇന്റൻസിറ്റി അവരുടെ ഒരു കണക്ഷൻ ആണ് എന്നുള്ളത്. അപ്പം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതിന്റെ ഒരു സ്റ്റേറ്റിനെ ഒന്നെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കുറയ്ക്കാം എടുക്കാം എങ്ങനെ വേണമെങ്കിലും അത് മാറാം. മീൻസ് അതിലെന്തെങ്കിലും വേരിയേഷൻ വരാം. അതെന്ന് വെച്ചാൽ അതിന്റെ സറൗണ്ടിങ്സ് മേ ബി ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് ഹ്യൂമിഡിറ്റി. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ആം, ഒരു നനവുണ്ടല്ലോ, നമ്മുടെ ഹ്യൂമിഡിറ്റി ഉണ്ടല്ലോ. ആ ഹ്യൂമിഡിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ. പിന്നെ അതിൽ സറൗണ്ടിങ് ദ ഫുഡ് ആ ഫുഡിനെ സറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹ്യൂമിഡിറ്റി ഒക്കെ അതിനെ എന്ത് ചെയ്യും അതിന്റെ ഈ ലിക്രോബിയത്തിനെ വെച്ചാൽ വാട്ടർ ആക്ടിവിറ്റിയുടെ ആ ഒരു സ്റ്റേറ്റിനെ എന്തോ ചെയ്യും മീൻസ് അതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇതാക്കും. അത് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ സെയിം ഒരു സ്റ്റേറ്റ് ഒരു ഫ്രീ ഒരു ഇതിൽ ഈക്വൽ ആയിട്ടുള്ള ഇതിൽ പോയിക്കൊണ്ടിരിക്കും. Okay, the water activity is directly related to the relatively humid pressure. എന്ന് വെച്ചാൽ റിലേറ്റീവ്ലി ഹ്യൂമിഡ് പ്രഷറിന് എന്താണ് ഡയറക്ട്ലി റിലേറ്റഡ് ആണ് എന്ത് ഈ വാട്ടർ ആക്റ്റീവ് എന്ന് വെച്ചാൽ.
വാട്ടർ ആക്ടിവിറ്റിയും റിലേറ്റഡ് ഹ്യൂമിഡിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ പറഞ്ഞേക്കുന്നത്. കാരണം ആ ഒരു സംഭവത്തിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായാൽ ഇതിനെ അതേപോലെ തന്നെ എഫക്ട് ചെയ്യും. അതാണ് WA W = RH/100 എന്ന് പറഞ്ഞേക്കുന്നത്. ആ, മനസ്സിലായോ? എന്താടാ ചിരിച്ചെന്താടാ? ആ, ഞാൻ ചിരിച്ചേ. ഓക്കെ, അതത്രയും മനസ്സിലായോ? ഓക്കെ. അടുത്തത് ദ റിലേറ്റീവ് നമ്മളവിടെ പറഞ്ഞ ഓക്കെ, ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അബൌട്ട് എ ഫുഡ് കറസ്പോണ്ടിങ് ടു ദ വാട്ടർ ആക്ടിവിറ്റി ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ ഫുഡ് കുഡ് ടെൻഡ് ടു ബി ഡ്രൈഡ് ഓർ ദ സർഫസ് ഓഫ് ദ ഫുഡ് എന്ന് വെച്ചാൽ ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വെച്ചാണ് ഇനി നമ്മൾ പറഞ്ഞേക്കുന്നത്. ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അബൌട്ട് എ ഫുഡ് കറസ്പോണ്ടിങ് ടു ദ വാട്ടർ ആക്ടിവിറ്റി. ഇപ്പം റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കൂടെ ഇതായിട്ട് പറയുമ്പോൾ വാട്ടർ ആക്ടിവിറ്റി കുറവാണെങ്കിൽ ഫുഡ് എന്തോ ചെയ്യും, വുഡ് ബി ടെൻ ടു ബി ഇൻ ദ ഡ്രൈ ഇൻ ദ സർഫസ് ഓഫ് ദ ഫുഡ് എന്ന് വെച്ചാൽ ആ ഒരു ഫുഡ് ആണെങ്കിൽ മേ ബി സീൻ ഇൻ ലൈക്ക് എ ഡ്രൈ സ്റ്റേറ്റ് ആയിരിക്കും. ആണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം പറ്റി വരണ്ട് ചിലപ്പോ ഇതായിട്ട് കിടക്കുന്ന ഫുഡ് മെറ്റീരിയൽസിനെ കണ്ടിട്ടില്ലേ? ജസ്റ്റ് ലൈക്ക് ഇപ്പൊ ഉണങ്ങിയ ഫുഡ് മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ചിട്ട് എന്നിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ? അവിടെ സൈഡിലൊക്കെ ഉണങ്ങി പറഞ്ഞ് കുറഞ്ഞിരിക്കുന്ന കുറെ ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട് ഇത്. അതാ പറഞ്ഞേ. ആ. പക്ക അങ്ങന്ന് വെച്ചാല് ഇത് കണ്ടോ? ഇത് ഫുഡ് വുഡ് ബി ടെൻ ടു ബി ഡ്രൈഡ് ഇൻ ദ സർഫസ് ഓഫ് ദ ഫുഡ്. അത് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഭയങ്കര. ആ. ഇപ്പം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഹൈ ആണെങ്കിൽ എന്താണ് വാട്ടർ ആക്ടിവിറ്റി അവിടെ ഹയർ ആയിരിക്കും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഹയർ ദെൻ ദ വാട്ടർ ആക്ടിവിറ്റി ഓൾസോ ഹയർ. വാട്ടർ ആക്ടിവിറ്റി കൂടുതലുണ്ടെങ്കിൽ അല്ലേ നമ്മൾ പറഞ്ഞല്ലോ വാട്ടർ ആക്ടിവിറ്റി കുറവാണെങ്കിലാണ് ഷെൽഫ് ലൈഫ് കൂടുന്നത്. വാട്ടർ ആക്ടിവിറ്റി കൂടുതലുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ് മൈക്രോബിയൽ ഗ്രോത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവിടെ. ആ, ഇവിടെ പറഞ്ഞേക്കുന്നതാണ് ഏറ്റവും കൂടുതൽ റിലേറ്റീവ്ലി ഹൈ ഹ്യൂമിഡിറ്റി ആണെങ്കിൽ അവിടെ വാട്ടർ ആക്ടിവിറ്റി എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അപ്പം ദ ലേറ്റർ വുഡ് ബി ഇൻക്രീസ് ദ സർഫസ് ഓഫ് ദ ഫുഡ് ഡ്യൂ ടു ദ കണ്ടൻസേഷൻ ആൻഡ് മോയ്സ്ചർ എന്ന് വെച്ചാല് അപ്പം അത് കാരണം എന്താണ് ആ ഫുഡിന്റെ സർഫസ് ഇത് കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ദ ലേറ്റർ വുഡ് ബി ഇൻക്രീസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ഫുഡ്. കാരണം എന്താണ് കണ്ടൻസേഷൻ ഓഫ് ദ മോയ്സ്ചർ, ആ മോയ്സ്ചർ എല്ലാം കൂടി ഇങ്ങനെ അതിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നത് കൊണ്ട്. ഈ ഡോ ഒക്കെ നമ്മള് ആം, കുഴച്ച് വെച്ച് കഴിഞ്ഞ് ഈസ്റ്റ് ഒക്കെ ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ പിന്നെ വന്ന് തുറന്ന് നോക്കുമ്പോൾ അത് പൊളിച്ചു പൊങ്ങുന്ന മീൻസ് നന്നായിട്ട് വീർത്ത് വരുന്ന കണ്ടുണ്ടോ? ഡോ എന്ന് ഉദ്ദേശിക്കുന്ന മാവ് ഉണ്ടല്ലോ, മാവ്. ആ, ബ്രെഡ് ഒക്കെ ഉണ്ടാക്കുന്ന മാവ്. അതാ പറഞ്ഞ അതിന് ആ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അതിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അതാണ് അവിടെ സർഫസ് ഏരിയ കൂടുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. ലേറ്റർ ഇത് വുഡ് ബി ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഫുഡ് ഡ്യൂ ടു ദ കണ്ടൻസേഷൻ ഓഫ് ദ മോയ്സ്ചർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് വാട്ടർ ആക്ടിവിറ്റിയുടെ സ്കെയിൽസിനെ പറഞ്ഞേക്കുന്നത്. ഇപ്പം 0.0 ആണെങ്കിൽ ബോൺ ഡ്രൈഡ് ആയിരിക്കും അത് എന്ന് വെച്ചാൽ ഡ്രൈഡ് മീൻസ് ഡ്രൈ സ്റ്റേറ്റ് ആയിരിക്കാം. ഇപ്പം 1.0 ആണെങ്കിൽ അത് പ്യുവർ വാട്ടർ ആയിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ഫ്രഷ് ഫുഡ്സ് ഹാവിങ് വാട്ടർ ആക്ടിവിറ്റി, ഫ്രഷ് ആയിട്ടുള്ള ഫുഡ്സിന് എല്ലാത്തിനും വാട്ടർ ആക്ടിവിറ്റി അറൌണ്ട് 0.99 ആയിരിക്കും. ഓക്കെ, ദ ഹയർ വാട്ടർ ആക്ടിവിറ്റി ഇത് മോർ ഫ്രീ വാട്ടർ ഈസ് അവൈലബിൾ. എത്ര വാട്ടർ ആക്ടിവിറ്റി ഉണ്ടോ അത്ര എന്താണ് നമുക്ക് ഫ്രീ വാട്ടർ അവിടെ അവൈലബിൾ ആയിരിക്കും. ലീഡിങ് ടു ദ ഗ്രേറ്റർ റിസ്ക് ടു ദ സ്പോയിലേജ് ആൻഡ് മൈക്രോബിയൽ ഗ്രോത്ത്. അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ മൈക്രോബിയൽ ഗ്രോത്തിന്റെയും സ്പോയിലേജിന്റെയും വളരെ ചാൻസ് കൂടുതലാണ്. കാരണം എന്താ അവിടെ മൈക്രോ ഓർഗാനിസത്തിന് വളരാനുള്ള ആ, ഒരു ഒരു സറൗണ്ടിങ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലേ? Okay? ഉം. അടുത്തത് the particle importance of the controlling the water activity of the food is primarily related to the minimization of the microbial destructions of the food. മെയിൻ ആയിട്ട് ഈ ഒരു വാട്ടർ ആക്ടിവിറ്റി നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മൾ മാക്സിമം എന്താണ് മൈക്രോബിയൽ ഗ്രോത്തിൽ നിന്നും ഫുഡിനെ എന്താണ് ഇതാക്കുക എന്ന് വെച്ചാൽ ഓർഗാനിസം അധികം നമ്മൾ ഈ മൈക്രോ ഓർഗാനിസം ഒന്നും എഫക്ട് ചെയ്ത് കേടാകാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ഇതാക്കുക.
പ്രൊട്ടക്റ്റീവാ. By lowering the water activity, by dehydrating or salting the sugar or microbial destruction of the food can be reduced the even limitation. The water activity also may influence the rate of the chemical and enzyme reaction. എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിവിടെ മെയിൻലി പറഞ്ഞ വാട്ടർ ആക്ടിവിറ്റി കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിനകത്ത് മൈക്രോബിയൽ ഗ്രോത്തിന് വേണ്ടി വളരെ അത് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ആ ഒരു സംഭവം കുറച്ചാൽ മാത്രമേ ആ ഒരു ഫുഡിന് കുറച്ചുകൂടെ ഷെൽഫ് ലൈഫ് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതാ പറഞ്ഞത്, നമ്മൾ മാക്സിമം ഫുഡിനെ മൈക്രോബിൽ എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസത്തെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഇതാക്കുക. അതേപോലെ തന്നെ ഇത് എന്ത് വാട്ടർ ആക്ടിവിറ്റി ലോവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ ഡീഹൈഡ്രേഷൻ ചെയ്യാം, അല്ലെങ്കിൽ സാൾട്ടിങ്, അല്ലെങ്കിൽ ഷുഗറിങ് എന്നുള്ള പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ. ഓക്കെ, അതത്ര അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ ഉള്ളത് ഉം, നമുക്കിനി അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ പോരെ? സമയം കഴിഞ്ഞല്ലോ. അതെ, അതെ. ആടാ, പക്ഷെ ഇത് ജസ്റ്റ് ലൈക്ക് കോമൺ ആയിട്ടുള്ള സംഭവം ഉള്ളൂ. വല്ല തല ഇതാക്കിയുള്ള രീതിയിലുള്ള ഇതൊന്നുമില്ല. നമുക്ക് സാധാ മനസ്സിലാവുന്നത് ടൈപ്പ് ഉള്ളതേ ഉള്ളൂ. ഓക്കെ, നിനക്ക് ഇന്ന് ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ആ.